ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ അടുക്കളയിലെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ വേനൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ചെടിക്കൊക്കെ രാവിലെ വെള്ളം ഒഴിച്ചാലും ഉച്ചയാകുമ്പോഴത്തേക്കും ചെടിയെല്ലാം വാടി നിൽക്കുക കേട്ടോ. അപ്പോൾ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കോഴികളുണ്ടല്ലോ നമുക്ക് അതിന് തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് പോയി. ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ നടാനുണ്ട്. മുളക് തൈയും വഴുതന തൈ, തക്കാളി ഇതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാം കൂടെ നടുന്നില്ല, കുറച്ച് തക്കാളിയുടെ തൈ നടാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചെടിയുടെ ഇടയ്ക്കൂടെയൊക്കെ കരിയില കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അടിച്ച് കളയാനായിട്ടും കൂടെ പോയി കേട്ടോ. അപ്പോൾ രാവിലെ മുറ്റം അടിക്കുന്ന സമയത്ത് അവിടെ ഒന്നും അടിക്കാനായിട്ട് പറ്റത്തില്ല, അത് ഇത്തിരി സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കരിയില വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂല് കൊണ്ട് അങ്ങനെ അടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയൊക്കെ പോകുമല്ലോ. ചെറിയ ചെടിയൊക്കെ മുളപ്പിക്കാനായിട്ട് നിർത്തിയേക്കുന്നതൊക്കെ ആ ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാ ജോലി കഴിഞ്ഞിട്ടാണ് ആ ഭാഗം അടിച്ചു വരാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ പച്ചക്കറി തൈയൊക്കെ മേടിക്കാനായിട്ട് നഴ്സറി ചെന്നപ്പോൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കടലപ്പിണ്ണാക്കൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുകളിലായിട്ടാണ് വെച്ചിരുന്നത്. താഴെ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ വല്ല പട്ടിയൊക്കെ കടിച്ച് കളയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അത് എടുത്തുകൊണ്ട് വെച്ചിട്ട് പിന്നെ താഴെ തോടിൻ്റെ വക്കത്തായിട്ട് നമ്മൾ തക്കാളി നട്ടിരുന്നു. അപ്പോൾ ആ തക്കാളി ഉണങ്ങിപ്പോയി കേട്ടോ. അപ്പം നമ്മൾ ആ ഗ്രോ ബാഗിൽ തന്നെയാണ് നടാനായിട്ട് പോകുന്നത്. അധിക നാളായില്ലായിരുന്നല്ലോ ആ ഗ്രോ ബാഗിൽ വെച്ചിട്ട്. അപ്പോൾ ഒരു വർഷമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് നാളേ ആയിട്ടുള്ളൂ, ഒരു 4 മാസമൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ തക്കാളി അതിലേക്ക് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കരിയിലയൊക്കെ ഇട്ടിട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ അത്യാവശ്യം വളമൊക്കെ ചെയ്തതുകൊണ്ട് നല്ല മണ്ണാണത്. അപ്പോൾ അത് തന്നെ ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് താഴെ നിന്ന് എടുത്തുകൊണ്ട് വന്നു. ഞാൻ സാധാരണ പച്ചക്കറി ആണെങ്കിലും ചെടിയാണെങ്കിലും നടുമ്പോൾ അടിയിൽ കരിയിലയൊക്കെ നിറച്ചിട്ടാണ് കേട്ടോ ഇടാറ്. പിന്നെ നമ്മുടെ തേങ്ങയുടെ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ അടിവശത്തായിട്ട് ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് കുറച്ച് മണ്ണ് മതി, മണ്ണല്ലെങ്കിൽ തന്നെ നമുക്ക് കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഗ്രോ ബാഗൊക്കെ നിറയ്ക്കാറ് കേട്ടോ. അപ്പം ഞാനതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുവാണേ. ഇപ്പം നമുക്ക് ഒരു വർഷമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇട്ട് കൊടുക്കുന്ന കരിയില നല്ലവണ്ണം കമ്പോസ്റ്റായിട്ട് മാറും കേട്ടോ. ഇതിപ്പോൾ കുറേ പകുതി ഭാഗം പൊടിഞ്ഞിട്ടുണ്ട്, കുറേയൊക്കെ പൊടിയാതെയും കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വളമൊക്കെ ചേർത്തിട്ട് നടാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് എല്ലുപൊടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കുറച്ച് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ വേപ്പിൻ പിണ്ണാക്കും കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് ചെടിയൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കീടബാധയൊന്നും വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ മണ്ണായതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച മണ്ണാണല്ലോ, അതുകൊണ്ട് കുമ്മായം ഒന്നും ഇട്ട് ട്രീറ്റ് ചെയ്യാതെ തന്നെയാണ് കേട്ടോ നടുക. പിന്നെ നമ്മൾ തക്കാളി നടുന്ന സമയത്ത് നമുക്ക് കുറച്ച് സ്യൂഡോമോണസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നട്ട ശേഷം കലക്കി ഒഴിക്കുകയോ അല്ലെങ്കിൽ ഈ മണ്ണിൽ ചേർത്തിട്ട് നടുകയോ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടരോഗമൊന്നും അധികം ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ കയ്യിൽ സ്യൂഡോമോണസ് ഇല്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. സ്യൂഡോമോണസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഒരുപാട് പച്ചക്കറിയൊക്കെ നടുന്ന സമയത്ത്. ഇപ്പം ഞാൻ കൂടുതലും ചെടികളൊക്കെയാണ് വെച്ച് പിടിപ്പിക്കുന്നത്. പച്ചക്കറി നമുക്ക് വെച്ചാലും വെയിലേറില്ലാത്തത് കൊണ്ട് അധികമായിട്ടൊന്നും വെക്കാറില്ല, അതുകൊണ്ട് തന്നെ സ്യൂഡോമോണസ് അങ്ങനെയൊന്നും വാങ്ങാറുമില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു 4-5ഓളം ഗ്രോ ബാഗ് ഉണ്ടായിരുന്നു തക്കാളി നട്ടിരുന്നത് തന്നെ. അപ്പോൾ അതിലേക്കാണ് ഞാൻ ആ മിക്സ് ചെയ്ത മണ്ണെല്ലാം കൂടെ നിറയ്ക്കുന്നത്. ഒരു പകുതിയോളം മണ്ണ് ഇപ്പം നിറയ്ക്കുന്നുള്ളൂ. നമ്മൾ തക്കാളി വളർന്നു വരുന്നതനുസരിച്ച് അതിൻ്റെ വേര് ഭാഗത്തേക്ക് നമുക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെ കരിയില ഇട്ട് പൊതയൊക്കെ ഇട്ട് കൊടുക്കണം. തക്കാളിയുടെ ആ വേര് പുറത്തേക്ക് വരുന്നതനുസരിച്ച് അതിലൊക്കെ സൂര്യപ്രകാശം തട്ടിയാലും പെട്ടെന്ന് തക്കാളി ഉണങ്ങിപ്പോകും. ഇപ്പം ഗ്രോ ബാഗെല്ലാം വേഗം നിറച്ചു കേട്ടോ. എന്നിട്ടും എനിക്ക് മണ്ണ് മിച്ചം ഉണ്ടായിരുന്നു, പകുതിയോളം അല്ലേ നിറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഗ്രോ ബാഗിൽ മണ്ണിട്ട് കൊടുത്തത്. അതുകൊണ്ട് മണ്ണ് കുറേ മിച്ചമുണ്ട് കേട്ടോ. ഇനി തക്കാളി തൈ നടുവാണേ. 1-2 ഗ്രോ ബാഗിൽ ഞാൻ 2 വെച്ച് നട്ടു. ഒരു 8 എണ്ണം കണ്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു തൈ. അപ്പോൾ അതുകൊണ്ട് 2 ഗ്രോ ബാഗിൽ ഞാൻ 2 വെച്ച് നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദിവസേന ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇതിപ്പോൾ കൃഷി റിലേറ്റഡ് അങ്ങനെയൊന്നും അല്ല, വലിയ തക്കാളിയോ കൃഷിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. എന്താണോ ഞാൻ ചെയ്യുന്നത് അതാണ് വീഡിയോയിൽ ചെയ്തേക്കുന്നത്.
പിന്നെ ഞാൻ നടുമ്പോഴൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും വളങ്ങളും അതിൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്നുവെന്ന് മാത്രം. അപ്പോൾ മിച്ചം കിടന്നിരുന്ന മണ്ണ് ഞാൻ അങ്ങോട്ട് തന്നെ തടുത്ത് കൂട്ടുകയാണ്. അവിടെ കുറച്ച് മണ്ണും കൂടെ ഉണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് അതെല്ലാം ഒന്ന് തടുത്ത് കൂട്ടിയിട്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് മൂടിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയും ചെടികളൊക്കെ നടാനായിട്ട് ഇരിപ്പുണ്ട്. ചെടിയുണ്ട്, പച്ചക്കറി നടാനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പച്ചമുളകൊന്നും ഞാൻ നട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനി ഗ്രോ ബാഗൊക്കെ സംഘടിപ്പിക്കണം. ഞാൻ കുറച്ച് ഗ്രോ ബാഗ് വാങ്ങി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തീരെ ചെറുതാണ്. ഞാൻ ചെടി നടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. പച്ചമുളകൊക്കെ നടുമ്പോൾ ഇത്തിരിയുടെ വലുതിൽ നടണം. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തക്കാളി നട്ടതിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണേ. ഇപ്പോൾ തണലത്താണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ആ ഭാഗത്തായിട്ട് വെയിലേറില്ല കേട്ടോ. അപ്പോൾ ഒരു 3-4 ദിവസമെങ്കിലും തണലത്തിരുന്ന് കഴിയുമ്പോഴത്തേക്കും അത് പിന്നെ താഴെ തോട്ടിൻ്റെ പക്കത്തേക്ക് തന്നെ ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വെയിലത്തേക്ക് നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ചെടി വാടിപ്പോകും. അങ്ങനെ നമുക്ക് വയ്ക്കാൻ പാടില്ല. ഇതിപ്പോൾ തക്കാളി ഒരല്പം പൊക്കം വെച്ചിട്ടാണ് വന്നേക്കുന്നത്. പെട്ടെന്ന് പൊക്കം വെച്ചതെന്ന് വെച്ചാൽ തണലത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണ്ടിനൊന്നും വണ്ണം വയ്ക്കില്ല. ഇത് കോല് പോലെ അങ്ങ് പൊങ്ങിപ്പോകും. ഇതിപ്പോൾ ഒരാഴ്ച മിച്ചമായി ഞാൻ വാങ്ങിച്ചിട്ട് തണലത്താണ് ഇരുന്നത്. ഇനി നമ്മളിത് വെയിലത്തേക്ക് ഇറങ്ങി അതിന് വളമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തണ്ടിനൊക്കെ വണ്ണം വെച്ച് വലുതായിട്ട് വരും. ഇത് നമ്മുടെ വിയറ്റ്നാം ഏർലിപ്ലാവേൽ ഒരു ചക്ക ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഴുത്തെന്ന് കരുതി ഇന്നലെ മുറിച്ചതാട്ടോ. അപ്പോൾ അത് എടുത്ത് വൈകുന്നേരം ആയതുകൊണ്ട് ആർക്കും വേണ്ടിയിരുന്നില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചിരുന്നു. അതുകൊണ്ട് കുറച്ച് ഭാഗം അതിൻ്റെ കേടാകാനായിട്ട് തുടങ്ങി. ഈ വിയറ്റ്നാം ഏർലി ചക്കയ്ക്കുള്ള ഒരു കുഴപ്പമാണ് കേട്ടോ. അത് പഴുത്ത് കഴിഞ്ഞാൽ അധികം ദിവസം ഇരിക്കില്ല. പെട്ടെന്ന് അതിൻ്റെ തൊണ്ട് ചീഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ചക്കച്ചുളയിലേക്കും കൂടെ ആ കേടങ്ങ് വരും. പിന്നെ അത് ചീഞ്ഞു പോകും പെട്ടെന്ന്. അപ്പം ഞാനിത് വെട്ടി എനിക്ക് കുറച്ച് ചക്കച്ചുള നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാൻ കൊണ്ട് കളയുകയാട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.